പ്രകൃതി എത്ര മനോഹരമാണ്. ഓരോ പദവും പരസ്പരം ചേർന്നാൽ മാത്രം പൂർണ്ണമാകുന്ന കവിത പോലെ. നീയില്ലെങ്കിൽ ഞാനില്ല എന്ന തിരിച്ചറിവ് നമ്മെ കൊണ്ടെത്തിക്കുന്നത് പ്രകൃതിയിലേക്കാണ്. ദൈവം ഒരു ചിത്രകാരനെ പോലെയാവും ഭൂമിയെ സൃഷ്ടിച്ചത്. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, ഓരോ നിറച്ചാർത്തിനു ശേഷവും അവൻ അതിനെ ആസ്വദിക്കുന്നത്. ഹാ, എത്ര മനോഹരം എന്ന് പറഞ്ഞ് ആനന്ദിക്കുന്നത്. എങ്കിലും തൃപ്തനാകാതെ ഏറെ വ്യസനിക്കുന്നത്. ഒടുവിൽ ആ ചിത്രത്തിനടിയിൽ തൻ്റെ കയ്യൊപ്പുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് പൂർണ്ണതയിൽ നിർവൃതി കൊള്ളുന്നത്. ഭൂമി എന്ന ഈ അതുല്യ സൃഷ്ടിയിൽ തന്നെ അന്നവും ഔഷധവും ആനന്ദവും അവൻ മനുഷ്യനായി ഒരുക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹങ്ങൾ തേടിയുള്ള ഓരോ യാത്രയും നമ്മുടെ തൊടിയിൽ തന്നെ അവസാനിക്കുമെന്നതാണ് സത്യം. നമ്മുടെ കയ്യെത്തും ദൂരത്തുള്ള തൊടിയിലെ സൗഖ്യത്തെ തിരിച്ചറിയുവാൻ നമുക്കും ശ്രമിക്കാം. തൊടിയിലെ സൗഖ്യം എന്ന പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ബൈബിളിന്റെ ഏടുകളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഹരിത സസ്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ വൃക്ഷത്തെക്കുറിച്ച്, അതിൻ്റെ വളർച്ചയെക്കുറിച്ച് ഏറ്റവും മനോഹരമായ ഒരു പ്രതിപാദനം ഉണ്ട്. ജോബിന്റെ പുസ്തകം 14-ാം അധ്യായം 7 മുതലുള്ള വചനങ്ങൾ ഒരു വൃക്ഷത്തിന്റെ വളർച്ചയെ ഏറ്റവും മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നു. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, അത് മുറിച്ചാൽ വീണ്ടും തളിർക്കാതിരിക്കുകയില്ല, പുതിയ ശാഖകൾ പുറപ്പെടുവിക്കാതിരിക്കുകയില്ല, അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയേക്കാം, അതിൻ്റെ ശാഖ മണ്ണിൽ പഴകിപ്പോയേക്കാം, എങ്കിലും അതിന് പ്രത്യാശയുണ്ട്. വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ അത് വീണ്ടും തളിർക്കും. അതെ, ഈ ഭൂമിയിൽ ദൈവം ഹരിത സസ്യങ്ങളെ സൃഷ്ടിച്ചപ്പോൾ അവ വെട്ടിയാലും മുറിച്ചാലും വീണ്ടും തളർക്കാൻ ഒരു ശക്തി അതിന് ദൈവം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ച ഓരോ ഔഷധ സസ്യങ്ങളും അല്ലെങ്കിൽ ഏത് സസ്യമായാലും അതിന് അതിൻ്റേതായ ഒരു ധർമ്മവും ഒരു കടമയും ഒക്കെ ഉണ്ട്. നമുക്കറിയാം, ഈ ആധുനിക കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ജീവിതശൈലി രോഗങ്ങൾ ഒത്തിരിയേറെ നമ്മളെ അലട്ടാറുണ്ട്. പ്രമേഹം, കൊളസ്ട്രോൾ, BP, അതുപോലെ തന്നെ തൈറോയ്ഡ് സംബന്ധമായ രോഗങ്ങൾ, അമിതമായ വണ്ണം, ഇവയെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ്. നമുക്കറിയാം, പ്രമേഹം വന്നാൽ നാം ആദ്യം തന്നെ പ്രകൃതിയിലേക്കാണൊന്ന് നോക്കുക. ഏതൊക്കെ ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ചാൽ നമ്മുടെ പ്രമേഹം കുറയ്ക്കാൻ സാധിക്കും? പാഷൻ ഫ്രൂട്ടിൻ്റെ ഇല, പേരയില, ഇവയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം നാം കുടിക്കാറുണ്ട്. അതുപോലെ തന്നെ BP കൂടിയാൽ മുരിങ്ങയില ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട് എന്നൊക്കെ അമ്മമാർ പറഞ്ഞു കേൾക്കാറുണ്ട്. ഏതൊക്കെ അവസ്ഥകളുണ്ടായാലും നാം ആദ്യമേ തന്നെ തിരിഞ്ഞു നോക്കുന്നത് പ്രകൃതിയിലേക്കാണ്. ഒരുപക്ഷെ നമ്മെ അത് ഒത്തിരിയേറെ കാലം ഡോക്ടറുടെ അടുത്ത് പോകാതെ അല്ലെങ്കിൽ വേറെ ഒരു മെഡിസിൻ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാതെ നിലനിൽക്കുവാനായിട്ട് അത് സഹായിക്കുന്നുണ്ട് ഒരു പരിധി വരെയുമൊക്കെ. തടി കുറയ്ക്കാനായിട്ട് ഏറ്റവും എളുപ്പമായ മാർഗം എന്താണ്, അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കും, അത് കഴിച്ചാൽ എങ്ങനെ കുറയും, ഇങ്ങനെയൊക്കെ ഒത്തിരിയേറെ സംശയങ്ങളും എന്നാൽ പ്രകൃതിയോടിണങ്ങി ജീവിക്കാനായിട്ട് നാം ആദ്യമേ തന്നെ ആഗ്രഹിക്കാറുണ്ട്. ഇന്നത്തെ ദിവസം ഏറെ പ്രത്യേകമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു സസ്യമാണ് കുടകൻ. കുടകൻ, മുത്തിൽ, കരിമുത്തിൽ, കുടങ്ങൽ, ഇങ്ങനെ പല പേരുകളിലാണ് ഈ ചെടി അറിയപ്പെടുന്നത്. നമുക്കറിയാം, ഈ പ്രകൃതിയിൽ ദൈവം ഓരോ ചെടികളും സൃഷ്ടിച്ചപ്പോൾ
ചില ചെടികൾ കാണുമ്പോൾ അത് മനുഷ്യ ശരീരത്തിൻ്റെ അവയവത്തോട് വളരെ സാമ്യമുള്ളതായിട്ട് അല്ലെങ്കിൽ ആ ആകൃതിയിൽ സാമ്യമുള്ളതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ക്യാരറ്റ് മുറിച്ചാൽ നമ്മുടെ കണ്ണിലെ ഐറിസിൻ്റെ ആകൃതിയാണ്. ഒരു പാവയ്ക്ക അതിന് നമ്മുടെ പാൻക്രിയാസിൻ്റെ ആകൃതിയാണ്. അതുപോലെ തന്നെ കുടകൻ്റെ ഇല നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പകുതി എടുത്താൽ അതിൻ്റെ ഷേപ്പാണ് ശരിക്കും കുടകൻ്റെ ഇലയ്ക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ബ്രഹ്മി ഗണത്തിൽപ്പെട്ട ഒരു സസ്യമായിട്ട് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കും. ചതുപ്പ് നിലങ്ങളിൽ കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണിത്. അത്യാവശ്യം നനവോടു കൂടി ഇളകിയ മണ്ണിൽ ധാരാളമായിട്ട് ഇത് പടർന്ന് പന്തലിച്ച് കാണുന്നു. ഇതിൻ്റെ ഔഷധ ഉപയോഗ ഭാഗം എന്ന് പറയുന്നത് എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് സമൂലം ഔഷധ ഇതായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വേര് മുതലുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ ഔഷധത്തിനായിട്ട് ഉപയോഗിക്കും. സെൻട്രല്ല ഏഷ്യാറ്റിക്ക എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. രാസഘടകങ്ങളായിട്ടുള്ള ഏഷ്യാറ്റിക്കോസൈഡുകൾ അല്ലെങ്കിൽ ഗ്ലൈക്കോസൈഡുകളൊക്കെ ഇതിനകത്ത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഫ്ലവനോയിഡുകളൊക്കെ ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ഒരു സസ്യമാണ് കുടകൻ. നമുക്ക് ഈ ചെടിയുടെ ഘടനയെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പരിചയപ്പെടാം. ഈ ചെടി നമുക്കറിയാം, ഇത് നിലത്ത് പടരുന്ന ഒരു സസ്യമാണ്. ഇതിൻ്റെ ഓരോ നോഡുകളിലുമാണ് ഇതിൻ്റെ വേരുകൾ നിലത്ത് പടരുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ വേരുകൾ ഓരോ നോഡുകളിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകളും പൂവും കായും എല്ലാം ഒരു നോഡിൽ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതിൻ്റെ ഇല നമുക്കറിയാം, നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ഷേപ്പാണ് ഈ ഇലയ്ക്ക് ഉള്ളത്. ഇതിൻ്റെ പൂക്കൾ വളരെ ചെറുതാണ്. ഒരു റെഡ് ബ്ലാക്ക് കളറോട് കൂടിയ ചെറിയ പൂക്കളാണ്. ആ പൂക്കൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബഞ്ചിൽ തന്നെയാണ് നമുക്ക് കായകളും കാണാനായിട്ട് സാധിക്കുക. വളരെ ചെറിയ കായകളാണ്. ഈ ചെടി നമുക്കറിയാം, ഇതിൻ്റെ വേരാണ് മറ്റ് ഒരു പുതിയ ചെടിയെ മുളപ്പിക്കാനായിട്ട് സഹായിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ വിത്തുകളും താഴെ വീണ് മുളച്ച് പുതിയ ചെടികൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ചെടിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ധാരാളം വെള്ളമുള്ള ചതുപ്പ് നിലങ്ങളിൽ ഒത്തിരി വലിയ ഇലകളോടുകൂടി നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം വരണ്ട പ്രദേശമാണെങ്കിൽ വളരെ ചെറിയ ഇലകളായിരിക്കും ഇതിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. മഴക്കാലങ്ങളിൽ ഇത് ധാരാളമായിട്ട് നമ്മുടെ വീടിന് ചുറ്റുപാടുകളിലും അല്ലെങ്കിൽ വയൽ വരമ്പുകളിലുമൊക്കെ കാണാനായിട്ട് സാധിക്കും. ആ സമയങ്ങളിൽ പലപ്പോഴും നമ്മളിത് ശേഖരിച്ച് ഉണക്കി വയ്ക്കാറുണ്ട്. വേനൽക്കാലത്ത് ഇത് വളരെ ചെറുതായിരിക്കും. ഒത്തിരി വെള്ളമൊന്നും ഇതിൽ കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മഴക്കാലത്തുണ്ടാകുന്ന ചെടി ധാരാളമായിട്ട് സൂക്ഷിക്കുകയാണ് ചെയ്യുക. ഇത് 2 പ്രാവശ്യം, വർഷത്തിൽ 2 പ്രാവശ്യമായിട്ട് ഇതിൻ്റെ വിളവെടുപ്പ് നടത്താനും നമുക്ക് സാധിക്കും. 3 മാസം അല്ലെങ്കിൽ 4 മാസമൊക്കെ കഴിയുമ്പോൾ ഈ ചെടി ഉണങ്ങി ഇതിൽ നിന്ന് വേറെ പുതിയ നാമ്പുകൾ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ചെടിയെ പരിചയപ്പെട്ടു. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ നെല്ലിക്കയൊക്കെ കഴിക്കുമ്പോൾ പറയും ആദ്യം കഴിക്കും പിന്നെ മധുരിക്കുമെന്ന്. അതുപോലെ തന്നെ ഇത് ആദ്യം കഴിക്കുമ്പോൾ ഇതിനൊരു ചമർപ്പാണ്, അത് കഴിഞ്ഞൊരു കയ്പ്പ് രസമാണ്, പിന്നെ അതിനൊരു മധുരമാണ് നമുക്ക് അനുഭവപ്പെടുക. ഇതുപോലെ തന്നെ ഈ ചെടിക്ക് പറയുന്നൊരു പ്രത്യേകത ഉണ്ട്. ഇതൊരു മേധ്യ പ്രഭാവം അല്ലെങ്കിൽ ബുദ്ധിയെ കൂടുതലായിട്ട് ഉത്തേജിപ്പിക്കുന്ന ഒരു ചെടിയാണ് കുടകൻ. ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ചെറിയ കുഞ്ഞു കുട്ടികളിൽ, പ്രത്യേകിച്ച് 1 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ നമ്മൾ ഈ ഇല 1 2 ഇല എടുത്ത് നന്നായിട്ട് ഇത് അരച്ച് പിഴിഞ്ഞ് ഒരു തുള്ളി തേനോട് ചേർത്ത് കൊടുക്കാറുണ്ട്. സാധാരണ രോഗപ്രതിരോധ ശേഷിക്കും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനുമൊക്കെ ആയിട്ടാണ് കുഞ്ഞു കുട്ടികളിൽ ഈ ചെടി നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ചെടിയുടെ ഇല കുറച്ചധികം എടുത്ത് 5 ഗ്രാം ഇലയെടുത്ത് നന്നായിട്ട് ചതച്ച് ഇത് പാലിലിട്ട് തിളപ്പിച്ച്, ക്ഷീരപാകം എന്നൊക്കെ പറയും, പാലിലിട്ട് തിളപ്പിച്ച് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ഒപ്പം ഓർമ്മശക്തി നിലനിർത്താനുമായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഇത് മാനസികമായിട്ടുള്ള അസുഖങ്ങൾ, ആങ്സൈറ്റി, ഡിപ്രഷൻ,
അതുപോലെ തന്നെ ടെൻഷൻ, ഇങ്ങനെ ജോലിഭാരം കൂടുമ്പോഴുണ്ടാകുന്ന മാനസികാവസ്ഥ, ഇവയ്ക്കെല്ലാം ഒരു റിലാക്സേഷൻ കിട്ടാനായിട്ട്, ഇതിൻ്റെയൊക്കെ കൂടിയ അവസ്ഥയല്ല, പക്ഷേ സാധാരണ നമ്മുടെ ഇടയിൽ കാണുന്ന ഈ അവസ്ഥകൾക്കൊക്കെ ഒരു റിലാക്സേഷൻ കിട്ടാൻ ഈ ചെടിയുടെ ഒരു 30-40 ഡ്രോപ്പ് രാവിലെയും വൈകുന്നേരവും കഴിക്കുന്നത് നമ്മുടെ മാനസികമായിട്ടുള്ള പിരിമുറുക്കത്തെ ഇല്ലാതാക്കുവാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, നമുക്കറിയാം ചില ആൾക്കാർക്ക് ഒത്തിരി ചൂട് അനുഭവപ്പെടുന്ന ശരീരമായിരിക്കും, ചില ആൾക്കാർക്ക് തണുപ്പ് ഒത്തിരി അനുഭവപ്പെടുന്നതായിരിക്കും. ഈ നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്യുവാനായിട്ട് ഈ ചെടിയുടെ നീര്, നമ്മളിത് നന്നായിട്ട് സമൂലം എന്ന് പറയുക, വേരോട് കൂടി പറിച്ചെടുത്ത് അരച്ച് ഇതിൻ്റെ നീര് നമ്മളെടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ, കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ചൂടിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട്, സമാവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കും. നമുക്കറിയാം നമ്മുടെയൊക്കെ ദേഹത്ത് ചൂട് കൂടുമ്പോൾ ചൂടുകുരു ഉണ്ടാകാറുണ്ട്. ഈ ചൂടുകുരുവിന് ഈ ഇല അരച്ച് ദേഹത്ത് പുരട്ടുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഈ ഇല അരച്ച് ഒരു 5 ഗ്രാം വീതം രാവിലെയും വൈകുന്നേരവും ഒരിത്തിരി ഉപ്പും ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ചൂടുകുരു ശമിക്കുന്നതാണ്. 7 ദിവസം വരെ കഴിക്കണം എന്നാണ് പറയുക. രാവിലെയും വൈകുന്നേരവും കഴിക്കണം. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം, ഈ മരുന്ന് ദഹിച്ച് നമുക്ക് നന്നായിട്ട് വിശപ്പ് വന്നു എന്ന് തോന്നിയാൽ മാത്രമേ ഭക്ഷണം കഴിക്കാനായിട്ട് പാടുള്ളൂ. ഇതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളുണ്ടാകുന്ന അതിസാരം, അല്ലെങ്കിൽ എന്താ പറയുക, ഡയറിയ, ഇതിന് ഈ ചെടിയുടെ ഇലയും ഒപ്പം തന്നെ നമ്മുടെ മുളയുടെ കൂമ്പ് എന്ന് പറയും, അതും കൂടി എടുത്തിട്ട് സമം ചേർത്ത്, ഇപ്പം 5 ഗ്രാം എടുക്കുന്നെങ്കിൽ 5 ഗ്രാം മുളയുടെ കൂമ്പും എടുക്കുക. എന്നിട്ട് അത് അരച്ച് നന്നായിട്ടൊരു ചെറിയ ഗുളികയുടെ വലിപ്പത്തിൽ, ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലെടുത്ത് രാവിലെയും വൈകുന്നേരവും കഴിക്കുക. 2-3 നേരം അടുപ്പിച്ച് രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഡയറിയ, കുട്ടികളുണ്ടാകുന്ന വയറൊഴിച്ചിൽ മാറുവാനായിട്ട് സഹായിക്കും. ഒപ്പം തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ നേരിടുന്ന, പ്രത്യേകിച്ച് ടീനേജ് കാലഘട്ടത്തിൽ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് മുഖക്കുരു. മുഖക്കുരുവിന് പലരും പല മെഡിസിൻസും അപ്ലൈ ചെയ്യാറുണ്ട്. നമുക്കറിയാം നമ്മുടെ മുഖത്തിൻ്റെ, അല്ലെങ്കിൽ സ്കിന്നിന് ഓയിലി സ്കിൻ ഉണ്ടാവും ചിലർക്ക്, ഡ്രൈ സ്കിൻ ഉണ്ടാവും ചിലർക്ക്, ഇങ്ങനെ പലതരത്തിലുള്ള സ്കിന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ മെഡിസിനും ഉപയോഗിക്കുക. ഏത് തരത്തിലുള്ള സ്കിന്നാണെങ്കിലും മുഖക്കുരു വേഗം പോകുവാനായിട്ട് കുടകൻ്റെ ഇല വളരെ ഉപകാരപ്രദമാണ്. കുടകൻ്റെ ഇലയും ഒപ്പം പാവയ്ക്ക ഇലയും സമം ചേർക്കണം. സമം എന്ന് എപ്പോഴും നമ്മൾ പറയുമ്പോൾ ഒരെണ്ണം 5 ഗ്രാം എടുത്തെങ്കിലും മറ്റേതും 5 ഗ്രാം തുല്യ അളവിൽ എടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ നന്നായിട്ടെടുത്ത് അതിൽ ഒരു പിഞ്ച് സോൾട്ട് ചേർത്ത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലെടുത്ത് നമ്മുടെ മുഖക്കുരുവിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അത് നമുക്കറിയാം, അത് മുഖത്ത് നന്നായിട്ട് മൊത്തത്തിൽ തേക്കരുത്, മുഖക്കുരുവിൽ മാത്രം അപ്ലൈ ചെയ്യുക. ആ നീര് വലിഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു ഡ്രൈനെസ് ഫീൽ ചെയ്യും. ആ സമയത്ത് അത് ഒപ്പിയെടുത്ത് കളയുകയാണെങ്കിൽ 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ മുഖക്കുരു പോകുന്നതും ആണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പ്രായമായവരിലും കുട്ടികളിലുമൊക്കെ ഒരുപോലെ കാണപ്പെടുന്ന ഒരസുഖമാണ് മറവി രോഗം. ഈ ഇല 2-3 എണ്ണം എന്നും രാവിലെ ചവച്ചരച്ച് കഴിക്കുകയാണെങ്കിൽ മറവി രോഗത്തിന് ഒരു ശാശ്വത പരിഹാരമാണെന്ന് തന്നെ പറയുന്നു. ഒത്തിരിയേറെ റിസർച്ച് വർക്കുകൾ ഈ ചെടിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹൈപ്പർ ടെൻഷന്. ഈ ചെടി എല്ലാ ദിവസവും രാവിലെ ഇത് മുഴുവനായിട്ടും, ഒരു ചെടി മുഴുവനായിട്ടും പറിച്ച് അരച്ച് കഴിക്കുകയാണെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഒരു പരിധിവരെ കുറയും എന്നാണ് ശാസ്ത്രജ്ഞന്മാർ, അല്ലെങ്കിൽ ഗവേഷകർ നമ്മളോട് പറയുന്നത്. ഒത്തിരിയേറെ ഔഷധ ഗുണങ്ങളും ഒത്തിരിയേറെ, പ്രത്യേകിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ബുദ്ധിശക്തിയെ വർദ്ധിപ്പിക്കുവാനും ഉതകുന്ന തരത്തിൽ ദൈവം നമുക്ക് നൽകിയ ഒരു നല്ല ഔഷധമാണ് ഈ കുടകൻ്റെ ഇല. ഭൂമിയിൽ നമുക്ക് ചുറ്റും ദൈവം ധാരാളം സസ്യങ്ങളെ മുളപ്പിച്ചിട്ടുണ്ട്. പലതും നമുക്ക് മനസ്സിലാകാവുന്നവയും അല്ലെങ്കിൽ അവയുടെ പേര് നമുക്കറിയാവുന്നതുമൊക്കെയാണ്. ചിലത് നമുക്കൊട്ടും അറിയില്ല. എങ്കിലും നമുക്ക് ഓരോന്നിലും ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ നടത്തി അതിൻ്റെ ഗുണവശങ്ങളും ദോഷവശങ്ങളും ഒക്കെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കുടകൻ്റെ ഇലയ്ക്കും ഒരു ചെറിയ ദോഷവശമുണ്ട്.
നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ മെഡിസിൻ ഒരിക്കലും കഴിക്കാൻ പറ്റില്ല. ഇതിപ്പോഴും ഒരു ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് ഒരു 7 days എടുക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ നമ്മളൊരു 7 days ഇതിനെ അവോയ്ഡ് ചെയ്യുക, വീണ്ടും കഴിക്കുക എന്നുള്ളതാണ്. കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധനം എന്ന ഒരു അസ്വസ്ഥത ഈ ചെടി കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. കുടകൻ്റെ ഇല അല്ലെങ്കിൽ മുത്തൽ എന്നീ പറയുന്ന ഈ ചെടി, ആ ചെടിയിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാവുന്ന മെഡിസിനെക്കുറിച്ചും അതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചുമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. കുടകൻ്റെ ഇല നമ്മൾ ടോൺസിലൈറ്റിസിന് ഉപയോഗിക്കുന്നു. ടോൺസിലൈറ്റിസിന് ഉപയോഗിക്കുമ്പോൾ അതിന് 4-5 കൂട്ടം മറ്റ് മരുന്നുകളും അതിനകത്ത് ചേരുന്നുണ്ട്. ഈ മരുന്നുകൾ നമ്മൾ എങ്ങനെ ഉപയോഗിക്കാം, ഇത് എത്ര ദിവസം ഉപയോഗിക്കണം? ടോൺസിലൈറ്റിസിനാണ് നമുക്ക് കൊച്ചു കുട്ടികൾക്കുണ്ടാകാം. ഒരു 16 വയസ്സിന് മുമ്പിലേക്കുള്ള എല്ലാവർക്കും മിക്കവാറും ടോൺസിൽ വരാറുണ്ട്. ഈ ടോൺസിൽ അത് പഴുക്കുന്നതിന് മുമ്പായിട്ട് വീങ്ങിയൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഈ മരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അത് മാറിക്കിട്ടുന്നത് കാണാം. ടോൺസിലൈറ്റിസിന് എങ്ങനെ മരുന്നുണ്ടാക്കാമെന്ന് നമുക്കിപ്പോൾ ശ്രദ്ധിക്കാം. ആദ്യമായിട്ട് നമ്മൾ കുടകൻ്റെ ഇല ഒരു 5 എണ്ണം എടുക്കുന്നു. 5 ഇല. അത് വളരെ ഇത്രയും നീളത്തിൽ നമ്മൾ എടുക്കണം. അതിൻ്റെ തണ്ടിൻ്റെ നീളം എന്തോരമുണ്ടോ അത്രയും നീളത്തിൽ നമ്മൾ എടുക്കണം. അഞ്ചിലയാണ് നമ്മളൊക്കെ അതിനായിട്ട് വേണ്ടത്. 5 ഇലയുടെ കൂടെ കല്ലുപ്പ് 5 എണ്ണം. ചെറിയ തരിയുപ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കല്ലുപ്പ് തന്നെ നമ്മൾ ഉപയോഗിക്കണം ഇതിന്. അതിന് 5 കല്ലുപ്പ് നമ്മളെടുത്തു. ഇനി നമ്മൾ എടുക്കേണ്ടത് 5 കുരുമുളക് എടുക്കണം. 5 കുരുമുളക് അത് എണ്ണി തന്നെ എടുക്കണം. 5 കുരുമുളകായി. ഇനി നമ്മൾ എടുക്കേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി 5 എണ്ണം അല്ലി വിടർത്തിയിട്ട് അതിൻ്റെ തൊലി പൊളിച്ച് കളഞ്ഞിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അല്ലെങ്കിൽ അരയ്ക്കുമ്പം ശരിയായിട്ട് അരഞ്ഞു കിട്ടുകയില്ല. ശരിക്കും ഇങ്ങനെ തൊലി കളഞ്ഞ് നമ്മൾ എടുക്കണം. അപ്പോൾ ഫ്രഷായിട്ട് തന്നെ തൊലി കളയുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നേരത്തെ തൊലി കളഞ്ഞ് വെച്ചിരിക്കുമ്പോൾ അതിൻ്റെ ഗുണം കുറച്ച് നഷ്ടപ്പെടും. അതുകൊണ്ട് അപ്പോൾ തന്നെ തൊലി കളഞ്ഞ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് നല്ല ഫ്രഷായിട്ടുള്ള സാധനം വേണം ഉപയോഗിക്കാനായിട്ട്. ഇപ്പം 5 എണ്ണം എടുത്തു കഴിഞ്ഞു. ഇനി നമ്മളതിലേക്ക് 5 ആര്യവേപ്പിൻ്റെ ഇല 5 എണ്ണം നമ്മളെടുക്കുന്നു. 5 ഇലയും നമ്മൾ ഇട്ടു. ഇത് നന്നായിട്ട് പേസ്റ്റായിട്ട് ശരിക്കും അരയ്ക്കണം. നമ്മളിപ്പോൾ വെളുത്തുള്ളി, ആര്യവേപ്പില, ജീരകം ഇതെല്ലാം കൂടെ നന്നായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചതിന് ശേഷം ഉരുട്ടിയിട്ട് നമ്മളത് സ്പൂൺ കൊണ്ട് എടുക്കുകയാണ്. ഇത് നമ്മൾ വായിലിട്ട് മെല്ലെ അലിപ്പിച്ച് ഇറക്കണം. അങ്ങനെ മെല്ലെ അലിപ്പിച്ച് ഇറക്കുമ്പോൾ ടോൺസിലൈറ്റിസിനുള്ള മരുന്നാണല്ലോ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊണ്ടയിൽ വായിലും ഇതെല്ലാം നന്നായിട്ട് പരക്കുകയും ഇതിൻ്റെ ഈ എരിവും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ ആ ടേസ്റ്റും എല്ലാം ഉണ്ടല്ലോ ഇതിന്. അതുകൊണ്ട് ഇത് നന്നായിട്ട് മെല്ലെ അലിപ്പിച്ച് ഇത് ഇറക്കുക. അങ്ങനെ 5 ദിവസത്തേക്ക് നമ്മൾ ഈ മരുന്ന് രാവിലെയും വൈകുന്നേരവും നമ്മൾ ഉപയോഗിച്ചാൽ ടോൺസിലൈറ്റിസ് പൂർണ്ണമായിട്ടും മാറുന്നതാണ്. കുട്ടികൾക്കും ഇത് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. കുട്ടികൾ ഈ മരുന്ന് കഴിച്ചോളും. ചെറുതായിട്ടുള്ള എരിവും ചെറുതായിട്ടുള്ള പുളിയും ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഈ മരുന്ന് കഴിക്കുന്നതിന് വിഷമമില്ല. കൊച്ചു കുട്ടികൾക്കും ഇത് കഴിക്കാൻ പറ്റും, വലിയവർക്കും ഏറ്റവും ഉത്തമമാണ്. നമ്മളിപ്പോൾ കുടകൻ്റെ ഇലയും കൊണ്ട് വെള്ളപ്പോക്കിനുള്ള മരുന്നാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ വെള്ളപ്പോക്കിനുള്ള മരുന്ന് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുടകൻ്റെ ഇല 9 എണ്ണം എടുക്കണം. ആ 9 എണ്ണം എടുത്തിട്ട് 1/2 ടീസ്പൂൺ ചെറുജീരകം എടുക്കണം. ഈ 1/2 ടീസ്പൂൺ ചെറുജീരകം കുടകൻ്റെ ഇലയും കൂടി നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കിയിട്ട് ഒരു 1/2 ഗ്ലാസ് പാലിലേക്ക് നമ്മളത് ഇട്ട് ഇളക്കി അത് രാവിലെ കഴിക്കണം. അങ്ങനെ
നമ്മളൊരു 5 ദിവസം കഴിച്ച് കഴിയുമ്പോഴേക്കും ഈ വെള്ളപ്പോക്ക് മാറുന്നതാണ്. വെള്ളപ്പോക്കിന് വേറെയും പല മെഡിസിൻസൊക്കെ ഉണ്ട്, എങ്കിലും വെള്ളപ്പോക്ക് സാധാരണ സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു രോഗമാണല്ലോ. അപ്പോൾ അത് മാറാൻ വേണ്ടി ഈ ചെറിയ ചെടിയെ നമുക്ക് ഉപയോഗിക്കാം. ദൈവം തന്ന ഈ വലിയ ദാനത്തെ നമുക്ക് ഉപയോഗിച്ച് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. രോഗം മാറുമ്പോൾ, സാധാരണ രോഗങ്ങൾ വരുമ്പോഴാണല്ലോ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ രോഗം മാറണമേ എന്ന് പറയുകയും ചെയ്യാറുള്ളത്. അപ്പോൾ സാധാരണയായിട്ട് നമുക്ക് നമ്മുടെ തൊടിയിൽ കണ്ടുവരുന്ന ഈ ചെടി കൊണ്ട് നമുക്ക് ഈ മരുന്നായിട്ട് ഉപയോഗിച്ച് അതിൻ്റെ രോഗം മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. 9 ഇല നമ്മൾ എണ്ണിയെടുക്കണം. 9 ഇല എടുത്തു. 9 ഇല എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഒരു ടീസ്പൂണ് ചെറിയ ജീരകം എടുത്തു. ഇതിനെ നമ്മൾ ഈ കൽവേന്ദ്രത്തിൽ നമ്മൾ അരയ്ക്കുന്നു. ആദ്യം നമ്മൾ ഇതിൻ്റെ ഇല നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം കഴുകി വൃത്തിയാക്കിയതാണ്. ഇനി നമ്മളതിനെ നന്നായിട്ടൊന്ന് ചുരുട്ടി കൂട്ടിയതിന് ശേഷം ഇതിലേക്കിട്ട് അരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഒന്ന് ചതച്ച് വെക്കുക, ചെറുതായിട്ടൊന്ന് ചതയ്ക്കുക. അതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണ് ചെറുജീരകം ഇടുന്നു. ചെറുജീരകം ഇട്ട് നന്നായിട്ട് അരയ്ക്കുന്നു. ഇത് കല്ലേ വെച്ച് അരയ്ക്കാവുന്നതാണ്. കല്ലേ വെച്ച് അരയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് അരയ്ക്കുകയൊക്കെ ചെയ്യാം. ഇന്നത്തെ കാലത്ത് മിക്സിയിലാണല്ലോ കൂടുതലായിട്ടും എല്ലാവരും അരച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ മിക്സിയിൽ അരയ്ക്കുന്നതിനേക്കാളും നല്ലത് കല്ലിൽ അരയ്ക്കുന്നത് തന്നെയാണ്. നമ്മളിപ്പോൾ അരച്ച് വെച്ച അരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അരച്ച് വെച്ച ഈ കൊടകൻ്റെ ഇലയും ജീരകവും കൂടി നമ്മൾ ഈ പാലിലേക്ക് യോജിപ്പിച്ചിട്ട് ഇത് കഴിക്കുന്നു. ഇങ്ങനെ നമ്മൾ ഒരു 5 ദിവസത്തേക്ക് നമ്മൾ കഴിക്കേണ്ടിയിരിക്കുന്നു. 5 ദിവസം കഴിച്ച് കഴിയുമ്പോൾ വെള്ളപ്പോക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതാണ്. ഇതിനകത്തോട്ട് ലയിപ്പിക്കാം. ഇങ്ങനെ ഈ അരച്ച ഈ പേസ്റ്റ് നമ്മൾ ഇതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി അതിന് ശേഷം ഇത് കുടിക്കുക. വെറും വയറ്റിൽ കഴിക്കണം. അത് രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് കഴിക്കേണ്ടതാണ്. കൊടകൻ്റെ ഇല, നമ്മളിപ്പം കൊടകൻ്റെ ഇല കൊണ്ടാണല്ലോ മരുന്നുകൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതേ ഇല കൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക്, സ്വല്പം പ്രായമായവർക്കാണേലും കുഴപ്പമില്ല, കുട്ടികൾക്ക് മെമ്മറി പവർ, ഇമ്മ്യൂണിറ്റി പവർ ഇതൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് ഈ ഇല ഉപയോഗിച്ചുള്ള ഒരു മരുന്ന് നമുക്ക് നിർമ്മിക്കാം. ഇന്ന് മക്കൾ ഒത്തിരി പഠിക്കുന്നവരൊക്കെയാണ്, ഓർമ്മശക്തി കുറവുണ്ട്. അപ്പോൾ ഓർമ്മശക്തിക്കൊക്കെ ഉപയോഗിക്കാൻ ഇത് നല്ല ഉപകാരപ്രദമാണ്. ഇതിൻ്റെ ഷേപ്പ് തന്നെ ഒരു ബ്രെയിൻ്റെ ഷേപ്പാണ് നമ്മുടെ ഈ കൊടകൻ്റെ ഇലയ്ക്ക്. അപ്പം ഈ ഇല ഉപയോഗിച്ച് ഒത്തിരി പേര് പല സൈസിലുള്ള മരുന്ന് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇതിപ്പോൾ മെമ്മറി പവറിനും ഇത് നമുക്ക് ഉപയോഗിക്കാം. മെമ്മറി പവറിന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ആദ്യമായിട്ട് ഇലയെടുത്ത് നന്നായി ചെറുതാക്കി എടുത്തിട്ട് ഒരു പിടി ഇലയെടുത്ത് ചതയ്ക്കണം. ഒന്ന് ചതച്ചതിന് ശേഷമാണ് നമ്മൾ പാലിലോട്ട് ചേർക്കേണ്ടത്. ഇപ്പം നമ്മൾ ചതച്ച് വെച്ച ഈ ഇല ഒരു ഗ്ലാസ് പാലെടുക്കുക. ഒരു ഗ്ലാസ് പാലെടുത്തതിന് ശേഷം ആ പാല് ഒരു ചെറിയ പാത്രത്തിലൊഴിച്ചു. അതിന് ശേഷം നമ്മൾ ഈ ചതച്ച് വെച്ച ഈ കൊടകൻ്റെ ഇല ഇതിനകത്തേക്ക് നന്നായിട്ട് ഇടുന്നു. ഇട്ടതിന് ശേഷം ഇത് തിളപ്പിക്കുന്നു. തിളപ്പിച്ച് 1/2 ഗ്ലാസ് ആക്കണം. 1 ഗ്ലാസ് പാലാണ് നമ്മൾ ഒഴിച്ചത്. 1/2 ഗ്ലാസ് പാൽ ആകുന്നിടം വരെ ഇത് നമ്മൾ തിളപ്പിച്ചെടുക്കണം. അത് രാവിലെ കഴിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഓർമ്മശക്തി കിട്ടാനും അതുപോലെ തന്നെ നല്ല ഇമ്മ്യൂണിറ്റി പവറും ഒക്കെ ലഭിക്കുന്നതാണ്. ഇത് നമ്മുടെ തൊടിയിൽ തന്നെ നമുക്ക് ലഭിക്കുന്നതായതുകൊണ്ട് നമുക്കിതിനെ ഉപയോഗിക്കാം. തിളയ്ക്കുമ്പോൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. തിളച്ച്
അര ഗ്ലാസ് ആയി കഴിയുമ്പോൾ, ഏകദേശം അര ഗ്ലാസ് ആയി കഴിയുമ്പോൾ വാങ്ങിയെടുക്കുക. അരിച്ച് അത് രാവിലെ ഒരു ചെറിയ ചൂടോടെ കഴിക്കാവുന്നതാണ്. നമുക്കറിയാം, ബൈബിളിൽ പറയുന്നുണ്ട്, ദൈവം മനുഷ്യനിൽ മഹത്വപ്പെടാൻ വേണ്ടി അവിടുന്ന് മനുഷ്യന് ധാരാളം സിദ്ധികൾ നൽകിയെന്ന്. അതെ, നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടിലേക്കും ഒന്ന് കണ്ണോടിച്ചാൽ ഒത്തിരിയേറെ ചെടികൾ നമ്മുടെ അടുത്തുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെട്ട കുടകനും അതിൽപ്പെടുന്നതാണ്. ഈ ചെടിയുടെ എല്ലാ ഗുണങ്ങളും നമ്മൾ കണ്ടു മനസ്സിലാക്കി. ഇവിടെ പ്രത്യേകതകളെക്കുറിച്ചും നമ്മൾ പഠിച്ചു. ഇനി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചെറിയ ചെറിയ അസുഖങ്ങളിൽ നമുക്ക് ഈ ചെടി ഉപയോഗിക്കാനായിട്ട് പരിശ്രമിക്കാം. നമുക്ക് കണ്ടെത്താനും പരിശ്രമിക്കാം. ദൈവം നമുക്ക് ദാനമായി നൽകിയ ഈ ഭൂമിയിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ഈ ചെടികളെയൊക്കെ പരിചയപ്പെടാൻ നമുക്ക് കിട്ടിയ ഈ അവസരത്തെ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ അടുക്കളയിലെ അല്ലെങ്കിൽ നമ്മുടെ തൊടിയിലെ ഈ ഔഷധ സസ്യത്തെ കണ്ടെത്തി നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗപ്രദമാക്കുവാനായിട്ട് സാധിക്കട്ടെ. നീ തന്ന പൂവും തളിരിലയും തെളിനീരും ഇളം കാറ്റും ഞാൻ തന്നെയാണെന്നറിയുമ്പോൾ ഒരു മാത്ര കൂടി നിന്നിൽ അലിയുന്നു ഞാൻ.